നിനക്കുണ്ടായിരിക്കുന്ന നീ അനുഭവിക്കുന്ന ഏത് മുറിവും, ഏത് ക്ലേശവും, ഏത് സങ്കടവും അത് നിന്റെ തകർച്ചയ്ക്കല്ല, മറിച്ച് അത് നിന്റെ അനുഗ്രഹത്തിനുള്ള വഴിയാണ്. ആമേൻ, ആമേൻ. വിശ്വസിച്ചോണം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുന്നു, യെസ്, എൻ്റെ വീട്ടിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു കഠിനമായ ഭാരം, ദുഃഖം, സങ്കടം അതെന്റെ അവസാനമല്ല, അതെന്റെ കുടുംബത്തിന്റെ മൊത്തം തകർച്ചയ്ക്കല്ല, മറിച്ച് അത് അനുഗ്രഹത്തിന്റെ വഴികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? എങ്ങനെയാണ് നമുക്കുള്ള ഈ മുറിവുകളെ അനുഗ്രഹമായി സ്വീകരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. നോട്ട് ബുക്കൊക്കെ ഉള്ളവര് എഴുതിയെടുത്ത് പഠിച്ചോണം. കാരണം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലായും ദൈവവചനത്തിന്റെ വെളിച്ചത്തിലും ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നീ ഇന്ന് അനുഭവിക്കുന്ന നിന്റെ പ്രശ്നത്തിലേക്ക് യേശുവിനെ വിളിക്കുക. നീ ഇന്ന് അനുഭവിക്കുന്ന നിന്റെ മുറിവിലേക്ക്, നിന്റെ ക്ലേശത്തിലേക്ക് നീ എന്ത് ചെയ്യണം? യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിക്കാറുണ്ടോ? ഉണ്ടോ? നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് ഈ പ്രശ്നത്തെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഒന്ന് അളക്കാൻ നോക്കും. എന്നിട്ട് അതും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചിലർ ഇതിന് പറ്റിയ ആളുകളുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് വിളിക്കും. കുടുംബ പാരമ്പര്യം, ബലം, ആൾക്കൂട്ടം, നമ്മുടെ നാട്ടുകാര്, വീട്ടുകാര് എല്ലാം കഴിയുമ്പോഴാണ് പലരും തമ്പുരാന്റെ മുമ്പിൽ വരുന്നത്. എന്നാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നീ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നത്തെ നീ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നീ ആ പ്രശ്നത്തിലേക്ക്, നിന്റെ മുറിവിലേക്ക് യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായ ലേഖനം അതിന്റെ 13-ാം അധ്യായം 8-ാം തിരുവചനം, 13, ചാപ്റ്റർ 13 വേഴ്സ് 8. വചനം അറിയാവുന്നതാണ്, കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. പലർക്കും വചനം അത് പുസ്തകം ഏതാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഈ വചനം അറിയാം. ഹെബ്രായ ലേഖനം 13:8. കാണാതെ അറിയാവുന്ന ഒരു വചനം പറഞ്ഞേ. പറ, ഒച്ചത്തി പറ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഹല്ലേലൂയ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ, മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ല